കുട്ടികളോട് നമ്മുടെ ദയാപുരത്തെ മക്കളോട് ഒരു കാര്യം ഞാൻ ഓൺലൈനിൽ ചോദിച്ചാൽ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. എല്ലാവരും റഫ് ബുക്കോ ഒരു പേപ്പറോ എന്തെങ്കിലും ഒന്ന് കയ്യിലെടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. റെഡി ആണെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റുഡൻസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങളെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും നിങ്ങൾക്ക് നന്ദിയുള്ള, കടപ്പാടുള്ള, സ്നേഹമുള്ള, ഇഷ്ടമുള്ള ഒരു രണ്ടാളുകളുടെ പേര് എഴുതാം. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും കുട്ടികൾക്ക്. നമ്മളെ മനസ്സിൽ ഏറ്റവും ഇഷ്ടം, ഏറ്റവും സ്നേഹം, ഏറ്റവും കൂടുതൽ റെസ്പെക്ട്, ബഹുമാനം, നന്ദി തോന്നുന്നത്, അങ്ങനത്തെ രണ്ട് വ്യക്തികളുടെ പേരെഴുതാം. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വാക്കും കൂടെ, അതിന്റെ റീസണും കൂടെ ഒന്ന് എഴുതാം. ഇനി കുട്ടികള് മനസ്സിലൊന്ന് ആലോചിക്കേണ്ടത്, നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ച്, അവരെ കുറിച്ച്, അവർക്ക് വേണ്ടി തിരിച്ച് നിങ്ങൾ എന്താണ് അവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? അല്ലെ? അവര് നിങ്ങൾ എത്രയും സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് തിരിച്ചു സ്നേഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകള്, അവരുടെ കാര്യങ്ങള്, അവരുടെ പ്രയാസങ്ങള്, അവരുടെ ജീവിതത്തെ പറ്റി, അവരെ എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം എന്ന് ചോദിച്ചാല്, അതിപ്പോ ഇവിടെ പറയാനല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് റിഫ്ലക്ട് ചെയ്യുക. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ നിങ്ങളാക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ആരാണോ നിങ്ങൾ ആ പേജിൽ എഴുതിയത്, അവരെ കുറിച്ച് എത്രമാത്രം ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് അവരിൽ നിന്ന് സന്തോഷവും സമാധാനവും ആവശ്യങ്ങളും കിട്ടുന്നു എന്നതിലേക്ക് അപ്പുറം, അതില്ലാതായാൽ, അവര് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റിയത് ഇല്ലാതായാൽ, നിങ്ങൾ ആ സ്നേഹം മാറുമോ? എന്താണ് അവരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ, അവരുടെ ഏതെങ്കിലും ഒരു പ്രയാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർ കടന്നു പോകുന്ന, അല്ലെങ്കിൽ കടന്നു വന്ന വഴികളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്കറിയോ? അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയോ? ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി ബോധ്യമുണ്ടോ? അവരേത് ഡോക്ടേഴ്സിനെയാണ് കാണിക്കുന്നത്? അവരേത് മരുന്നുകളാണ് കഴിക്കുന്നത്? എന്തിനാണ് ആ മരുന്നുകൾ കഴിക്കുന്നത്? അവർക്ക് എന്തൊക്കെ അവരുടെ ജീവിത പ്രയാസങ്ങളിൽ തിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും, ചെറിയ കുട്ടികളാണെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടുണ്ടോ? അവര് വരുമ്പം അവര് ഒന്നുമില്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത്, അസുഖമായി കിടക്കുന്ന സമയത്ത് ചെന്നടുത്തിരുന്ന് ഒരു സ്നേഹം പങ്കുവെക്കൽ തിരിച്ച് നിങ്ങൾക്ക് നൽകാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളെ കുറിച്ചിട്ട് മാത്രമാണോ ചിന്തിക്കുന്നത്? നമുക്ക് കിട്ടേണ്ട സ്നേഹം, എനിക്ക് കിട്ടേണ്ട അഡ്വൈസ്, എനിക്ക് കിട്ടേണ്ട മോട്ടിവേഷൻ, എനിക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, അത് മാത്രമാണോ നമ്മളെ മനസ്സിലുള്ള ചിന്ത? നമുക്ക് ഈ സൗകര്യങ്ങളും, അധ്യാപകരാവട്ടെ നിങ്ങളെ പിന്നാലെ കൂടി നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരോട് നമുക്ക് സൗകര്യങ്ങളും നമുക്ക് ഓരോന്നും നൽകിക്കൊണ്ടിരിക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അവരെ കുറിച്ച് നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ, അത് ദയാവൃത്ത കുട്ടികൾ എല്ലാവരിലും, മിക്കവാറും എല്ലാവരിലും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ മനുഷ്യനാവുള്ളൂ. അപ്പൊ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ലോകത്ത് ഓരോ കുട്ടികളും, ഓരോ വ്യക്തികളും, എല്ലാവരും എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് വിജയിക്കണം ജീവിതത്തില്, എനിക്ക് ജീവിതത്തിൽ സുഖിക്കണം, എനിക്ക് നേടണം, എന്റെ ഈഗോ, എന്റെ താല്പര്യങ്ങൾ, ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്നത് മറ്റുള്ളവർ ശരിയെന്ന് വിശ്വസിച്ചിരിക്കണം, അഭിപ്രായ വ്യത്യാസങ്ങള്, ക്രിറ്റിസിസം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഐ കനോട്ട് ഹാൻഡിൽ ദാറ്റ്, വിമർശനങ്ങളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല,
എന്ന് ഈ തലത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണെന്ന്. അതില് വ്യത്യസ്തരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് ദയാപുരം പോലുള്ള ഒരു, ദയാപുരം എന്ന് പറഞ്ഞാൽ എന്താ, ദ ലാൻഡ് ഓഫ് കൈൻഡ്നെസ്, ദയ, അല്ലേ? ദയ എന്ന് നമ്മൾ ദയാപുരത്തെ പറ്റി, ദയാപുരത്തിന്റെ ഒരു മൂല്യമാണ് ദയ, കൈൻഡ്നെസ്. അപ്പൊ ഇത്തരം ഒരു ഇതിൽ ദയാപുരത്തു നിന്നാണ് ഇത്തരം ഒരു സാമൂഹ്യപരമായ ഒരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കേണ്ടത്. അതിന് നമ്മളെ ടീച്ചേഴ്സും കുട്ടികളും ഒപ്പം ഉണ്ടാവുന്നുള്ള 100% വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കമ്പാഷനേറ്റ് പ്രോഗ്രാം നമ്മൾ ആലോചിക്കുന്നതും ഈ വർഷം തന്നെ അത് തുടങ്ങുന്നതും. ഓൾറെഡി നമ്മുടെ ടീച്ചേഴ്സ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവര് 3 വർഷത്തെ ഈ കമ്പാഷനേറ്റ് 3 ദിവസം നമ്മളെ വെക്കേഷനിൽ, സമ്മർ വെക്കേഷനിൽ 3 ഫുൾ ഡേയ്സ് ഇതിന്റെ പ്രത്യേക പരിശീലനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ കുട്ടികൾക്കായിട്ട് പ്രത്യേക കരിക്കുലം, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന ചെറിയ, അധികം ഈ നമ്മളെ നിലവിലുള്ള ബാക്കി സബ്ജക്ട്സ് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ സുഖകരമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ഇന്റഗ്രേറ്റ്, നമ്മൾ ബാക്കി കരിക്കുലത്തിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് സമന്വയിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വീട്ടിൽ പോയിട്ടുള്ള ചെറിയ ചെറിയ നല്ല നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പഠന രീതിയും പാഠ്യപദ്ധതിയുമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ദയാവൃത്ത കുട്ടികൾ, ഇത് വേറെ ഒരു സ്കൂളും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ദയാവൃത്ത കുട്ടികൾ ആ കാര്യത്തിൽ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണെന്ന് ഞാൻ പറയും. അപ്പോൾ കമ്പാഷനേറ്റ് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ, മിസ് എംപതിനെ പറ്റി പറഞ്ഞു. നമ്മള് സിമ്പതി എംപതിയുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ പ്രയാസത്തിലും ദുഃഖത്തിലും ഇവിടെ ഇരുന്ന് സങ്കടപ്പെടാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നല്ല മനസ്സാണ്. പക്ഷെ അതൊരു മനുഷ്യന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇനി അതില് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കുറെ ആളുകളെ, കുറെ മനുഷ്യരെ, കുറെ നിങ്ങളെ സുഹൃത്തുക്കളെ, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പം, അല്ലെ കുടുംബത്തിൽ ഒരു മരണം വരുമ്പം, ഒരു രോഗിയായിട്ട് കിടക്കുമ്പം, അപകടം സംഭവിക്കുമ്പം, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുമ്പം, വീട്ടിലൊരു കളവ് പോകുമ്പം, ആക്സിഡന്റ് ഉണ്ടാവുമ്പം, കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോകുമ്പം, അപ്പോഴൊക്കെ ആ കുടുംബമോ ആ വ്യക്തിയോ കടന്നു പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രമാത്രം ഉണ്ടാവും എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ആ ആ ആള് എന്താണോ ഫീൽ ചെയ്യുന്നത്, കടന്നു പോകുന്ന പ്രയാസങ്ങള് നമുക്ക് അതേപോലെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് എംപതി എന്ന് പറഞ്ഞാൽ. ആ ഫീലിംഗ് വി ഫീൽ സെയിം ആസ് ദേ ഫീൽ എന്ന് മാത്രല്ല, പ്ലസ് ആ ഫീൽ ചെയ്യുന്നതോടൊപ്പം നമ്മളെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷനും കൂടെ വരുമ്പോഴാണ് എംപത്തറ്റിക് ആവും ആളുകൾ. സിമ്പത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ ഒരു മരണ വാർത്തകൾ വരും. ഡെയിലി നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്നാള് മരിച്ചു എന്ന് പറഞ്ഞു വരും. അപ്പം ഫോർവേഡ് മെസ്സേജ് എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു കണ്ടോളൻസ് അല്ലെങ്കിൽ RIP ആ വാട്സപ്പിൽ, അല്ലെങ്കിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അതോടെ തീർന്നു, അല്ലേ? അത്രേ ഉള്ളൂ സിമ്പത്തി നമ്മുടെ. അപ്പൊ അത് ഏറ്റവും സിമ്പതി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഒളിച്ചോടാനും, നമ്മളിലേക്ക് നമ്മളെ സമയമോ നമ്മളെ റിസോഴ്സസോ നമ്മളെ കണക്ഷൻസോ ഒന്നും മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷപൂർവം ത്യാഗം ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു സമൂഹം ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ അറിയാതെ. അതില്ലാതിരിക്കാനാണ് ഈ പ്രോഗ്രാം. അപ്പോൾ സിമ്പതി എന്നുള്ളതിനപ്പുറത്തേക്ക് എംപതി ആണ് വേണ്ടത് എന്നാണ് ജ്യോതി മിസ് പറഞ്ഞത്. എംപതി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ അതേ ഫീലിങ്സ് നമുക്ക് മനസ്സിലാവുമ്പം അവിടെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി എന്താ? ആ മറ്റുള്ള ഒരാളുടെ പ്രയാസത്തില് അത് ലഘൂകരിക്കാന്, ആ പ്രയാസത്തില് നമ്മൾ എങ്ങനെ അയാൾക്ക് വേണ്ടി ഒരു സൗകര്യം, ഒരു പ്രയാസം അകറ്റാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഫോൺ കോൾ മതിയാവും നമുക്ക്. ഒന്ന് അയാളെ വിളിക്കുന്നു, എന്തു പറ്റിയെന്ന് അന്വേഷിക്കുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അത് വളരെ മിനിമം.
ഒരു രോഗിയാണെങ്കിൽ അവിടെ പോയി കാണുന്നു. ചിലപ്പോൾ പോയി കാണുമ്പോൾ നമുക്ക് അവിടെ പലതും ആ അവസ്ഥ കണ്ടിട്ട് നമുക്ക് അവിടുന്ന് പലതും ചെയ്യാൻ തോന്നും. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തോന്നും. അറിയാത്തവരായിരിക്കും. രോഗത്തെക്കുറിച്ചോ മരുന്നുകളെ കുറിച്ചോ നല്ല ഹോസ്പിറ്റൽ ഏതാന്ന് കുറിച്ചോ നല്ല ചികിത്സാ രീതികളെ കുറിച്ചോ ഒന്നും അറിയാത്ത കുറെ ആളുകളായിരിക്കും. നമ്മളുടെ ഒരു വിസിറ്റ് കൊണ്ട് ഒരു ഇടപെടലുകൾ കൊണ്ട് ചിലപ്പോൾ ഒരു ജീവിതം തന്നെ മാറും. ഈ ഇതാണ് സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഒരു തമാശ, ഒരു സിനിമയിൽ ഞാൻ മുമ്പ് വളരെ കാലം മുമ്പ് കണ്ട ഒരു സിനിമയിലെ ഒരു കഥ ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടാവൂലേ? നിങ്ങള് ശങ്കരാടി എന്ന് പറഞ്ഞ നടൻ അറിയോ? ശങ്കരാടി മരിച്ചുപോയി. ശങ്കരാടി ഒരു പള്ളിയിലച്ചനായിട്ട് അഭിനയിക്കുകയാണ്. അതേപോലെ മാള അരവിന്ദൻ എന്ന് പറഞ്ഞ ഒരു കൊമേഡിയൻ ഉണ്ടായിരുന്നു. മാള അരവിന്ദൻ. രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. അപ്പോ ഒരു സിനിമയില് ഒരു സീൻ ഇതാണ്. ശങ്കരാടി എന്താണ്, പള്ളിയിലച്ചനാണ്. പള്ളിയിലച്ചന്റെ വേഷമൊക്കെ ധരിച്ച് റോഡ് സൈഡിലൂടെ നടന്നു പോവാണ്. റോഡ് സൈഡിലൂടെ ഇവൻ മാള അരവിന്ദൻ ഒരു സാധാരണക്കാരനാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. അല്ലറ ചില്ലറ തമാശയും മണ്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന കഥയാണ് ആ സിനിമയിലുള്ളത്. അപ്പൊ രണ്ട് പോത്തിനെ മേയിച്ചിട്ടാണ് അവൻ നടക്കുന്നത്. രണ്ട് രണ്ട് പശുക്കളെ, പോത്തോ പശു എന്തോ ആവട്ടെ, രണ്ട് പശുക്കളെ മേയിച്ചുകൊണ്ട് റോഡരികിലൂടെ നടന്നു പോവാണ് രണ്ടുപേരും. ആ കിട്ടിയ സമയത്ത് ശങ്കരാടി ഉപദേശിക്കുകയാണ് മാള അരവിന്ദന്, നമ്മൾ നമ്മളെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം, നമ്മൾ നമ്മളെപ്പോലെ അയൽക്കാരെയും സ്നേഹിക്കണം എന്ന് ഉപദേശിച്ചുകൊണ്ട് നടന്നു പോവാണ്. നമ്മുടെ കയ്യിൽ ഒരു 200 രൂപ ഉണ്ടെങ്കിൽ അത് 100 രൂപ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പൊ മാള അരവിന്ദൻ പറയും, അത് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യച്ചോ, ചെയ്തോളാം അച്ചോ എന്ന് പറയും. അടുത്തത് ശങ്കരാടി പറയും, നമ്മുടെ കയ്യിൽ 2 സൈക്കിൾ ഉണ്ടെങ്കിൽ ഒരു സൈക്കിള് അതില്ലാത്തവന് കൊടുക്കണം, ഞാൻ കൊടുക്കും അച്ചോ എന്ന് പറയും. നമ്മുടെ കയ്യിൽ 2 പശുക്കൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരെണ്ണം അതില്ലാത്തവന് കൊടുക്കണം എന്ന് പറയും ശങ്കരാടി. അപ്പൊ മാളാരവിന്ദൻ പറയും, കൊടുക്കില്ല അച്ചോ എന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. കാരണം എന്റെ കയ്യിൽ 2 പശുക്കൾ ഉണ്ട് അച്ചോ എന്ന് പറയും. അതുപോലെയാണ് സിമ്പതി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വരുമ്പം നമ്മളെ കയ്യിൽ ഇപ്പൊ ദാ ലോകത്ത് പല ഭാഗത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഉക്രൈനിലെ പ്രശ്നം നടക്കുമ്പോൾ അവിടുത്തെ ജനതയോട് നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ട് സംസാരിക്കുന്നു. കുട്ടികൾ മരിക്കുന്നു. അതിലൊക്കെ എല്ലാവർക്കും സങ്കടമാണ്, പ്രയാസാണ്, സിമ്പത്തറ്റിക് ആണ്. അപ്പൊ നമുക്ക് എളുപ്പമാണ് അവരോട് സിമ്പത്തറ്റിക് ആവാനും ഇവിടെ ഇരുന്ന് ഫേസ്ബുക്കിൽ കുറിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. നമ്മൾക്ക് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ നമ്മുടെ സമയമോ നമ്മുടെ റിസോഴ്സസോ ഒന്നും തന്നെ ത്യജിക്കേണ്ടതില്ല എന്ന് ഈ സിമ്പത്തൈസ് ചെയ്യുന്ന പലർക്കും അറിയാം. എന്നാലോ തൊട്ടടുത്ത് ജീവിക്കുന്ന, തൊട്ടടുത്ത് പോട്ടെ, സ്വന്തം വീട്ടില് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മളെ വീടുകളിൽ പണിയെടുക്കുന്നവരുണ്ട്. നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. നമ്മളെ തൊട്ട അയൽവക്കത്ത് പ്രയാസം അനുഭവിക്കും, വീട് ജപ്തി നേരിടുന്നുണ്ടാവും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, പരസഹായം ഇല്ലാതെ, മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും, ചെറിയ കുട്ടികൾ ഉണ്ടാവും. ഇതുപോലെ ഒരാളുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ സ്വന്തം വീട്ടിലും പരിസരത്തും ഉണ്ടാവും. എന്നാൽ ഇന്ത്യക്ക് പുറത്തോ നമ്മൾക്ക് കൈയെത്താത്ത ദൂരത്തുള്ള ആളുകളെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടുകയും നമ്മൾ പ്രയാസപ്പെടുകയും കരയുകയും അവരെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും സിമ്പത്തൈസ് ചെയ്യും. എന്നാലോ ഇതേ ആളുകൾ സ്വന്തം വീട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. ഇതിനാണ് ഹിപ്പോക്രസി എന്ന് പറയാ, കാപ്പട്യം എന്ന് പറയാ. അപ്പോ അത് എളുപ്പമാണ്. കാരണം അതാണ് ഈ കഥയും മാളാരവിന്ദന്റെ ഈ കഥയും നമ്മൾ ഞാൻ കമ്പയർ ചെയ്ത് പറയാൻ കാരണമാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. അതിന് ദ്യാവൂരാണ് ഏറ്റവും നല്ലത്. ദ്യാവൂരത്തെ കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മളെ ബാക്കി വിഷയങ്ങൾ പഠനത്തോടൊപ്പം ഒരു മനുഷ്യനാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മനുഷ്യത്വമില്ലാത്ത ഒരു ഡോക്ടർ, മനുഷ്യത്വമില്ലാത്ത ഒരു എഞ്ചിനീയർ ഈ ലോകത്ത് ആവശ്യമില്ല. അത് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, ലോകത്തെ നശിപ്പിക്കുന്നതായിരിക്കും, മനുഷ്യർക്ക് യാതൊരു ഗുണമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് കമ്പാഷനേറ്റ് ആവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റുള്ളവരുടെ സഫറിങ്സിനെ കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരാവുക മാത്രല്ല, മറ്റുള്ളവരുടെ സഫറിങ്സിൽ നമുക്ക് അവരുടെ സഫറിങ്സിൽ എങ്ങനെ
പങ്കുചേർന്ന് ആ സഫറിങ്സ് കുറച്ചു കൊടുക്കാൻ വളരെ മിനിമം ആയിട്ടെങ്കിലും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന, ഒരു മനോഭാവം വരുന്ന തലമുറയിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. അതിന് നമ്മളെ ടീച്ചേഴ്സ്, അധ്യാപകരും എല്ലാ കുട്ടികളും അതിന് മുമ്പിൽ ഉണ്ടാവുമെന്നറിയാം. അതിന് ഓരോ വർഷവും 10ഉം 15ഉം പരമാവധി 20 മണിക്കൂറുകളുടെ സെഷൻസേ, ക്ലാസ് അവേഴ്സേ ഉള്ളൂ. അത് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതിൽ അപ്പുറത്തേക്ക് തരുന്ന പ്രൊജക്ട്സ്, തരുന്ന ആക്ടിവിറ്റീസ്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട് നിങ്ങൾ കുട്ടിക്ക് വളരെ പുണ്യം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവേണ്ടതാണ് ഈ വാല്യൂസ് എന്ന് പറഞ്ഞാല്. സമ്പത്തും ഫെയിമും പ്രശസ്തിയും ഒക്കെ വരും പോകും, നിലനിൽക്കില്ല. പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ മൂല്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ മൂല്യങ്ങൾ ഉണ്ടാക്കി തരലാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതില്ലാതെ ഉണ്ടായിട്ടൊന്നുമില്ല. ദയ, കെയർ, കൈൻഡ്നെസ്, ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യനാവുന്നത് നിങ്ങൾ ആലോചിക്കുക. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം, കമ്പാഷനേറ്റ് പ്രോഗ്രാം അവിടെ ഒരുക്കിയ എല്ലാ അധ്യാപകർക്കും, ഇതിനോടൊപ്പമുള്ള എല്ലാ അധ്യാപകർക്കും, ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പളിനും ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ ബഷീർ സാറ്, സിറ്റി സാറ്, എല്ലാവരുടെ ബ്ലെസ്സിങ്സും ആശീർവാദവും ഈ പ്രൊജക്ടിനുണ്ട്. അതുകൊണ്ട് ഇത് ഈ ഒരു ദിവസത്തില്, തിങ്കളാഴ്ച, ഞാനിവിടെ UAE-യിൽ നിന്നാണെങ്കിൽ കൂടി ഇതിനൊരു അവസരം തന്ന സ്കൂളിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.